നമുക്ക് 33 കോടി ദേവതകളാന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടോളൂ. അതൊക്കെ കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഇല്ലാതെ ആവണില്ല. കേൾക്കുമ്പോൾ കുറച്ച് സുഖം തോന്നിയാലും അവിടെ ഞങ്ങൾ ലോകത്തിലിറങ്ങി വ്യവഹരിക്കുന്ന സമയത്ത് ദുഃഖം തന്നെ ദുഃഖം, വേറെ ഒന്നുമില്ല. ഇത് എത്ര കേട്ടിട്ട് എന്താ കാര്യം? ദേവന്മാരുടെ ചരിത്രം ഞാൻ കേൾക്കണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയുണ്ട് വഴക്കും വയ്യാവലിയൊക്കെ. ആരെവിടെ തപസ് ചെയ്താലും മിസ്റ്റർ ഇന്ദ്രന് കുശുമ്പ് കുരുഷ്ട അവിടെ ചെന്ന് അത് മുടക്കാൻ നോക്കും. ഈ ദേവേന്ദ്രന് വെറുതെ ഇരുന്നൂടെപ്പാ. തപസ് ചെയ്താൽ ഈ ദേവേന്ദ്രന് പേടിയായി, അയ്യോ എൻ്റെ സ്ഥാനം പോവും അയാൾ തപസ് ചെയ്തിട്ട്. എന്നിട്ട് അവളെ ഇവളെയൊക്കെ പിടിച്ചിട്ട് നീ പോയിട്ട് തകരാറ് കാണിക്കുക എന്ന് പറഞ്ഞയക്കാൻ ഇത് മാത്രമേ ഈ ദേവേന്ദ്രന് ജോലിയുള്ളൂ. അപ്പോൾ ഈ ദേവന്മാരുടെ ചരിത്രം മുഴുവൻ വളരെ പുനിതമാണ്, പവിത്രമാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നമുക്ക് ദുഃഖവും സുഖവും നീങ്ങില്ല, മാറി മാറി വരും. അപ്പോൾ സുഖം വേണോ? മഹാത്മാക്കളുടെ അടുത്ത് പോകണം, മഹാത്മാക്കളുടെ ചരിതം കേൾക്കണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുസ്തകം വാങ്ങി വായിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സാധു മഹാത്മാക്കൾ, സന്യാസിമാർ, ഭക്തന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞതും കേട്ടതും അവരെ പറ്റി എഴുതിയിട്ടുള്ളതുമായ പുസ്തകങ്ങൾ വായിക്കൂ. ഇവിടെ പല സന്യാസിമാരും ജനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ എല്ലാ കുടുംബങ്ങളിലും അമ്മിഞ്ഞ കുടിച്ച് വളർന്നവരാണ്. അമ്മയുടെ കുഞ്ഞാ, വീട്ടുകുട്ടിയായിട്ടാണ് ജനിച്ചതും വളർന്നതും. പക്ഷേ ആ കുട്ടിയുടെ വളർച്ച ഒന്നങ്ങോട്ട് പൂർണ്ണമായപ്പോൾ അപ്പോഴാണ് ഒരു സദ്ഗുരുവിനെ തേടി പോകണമെന്ന് തോന്നിയതും പോയതും ഗുരുവിൻ്റെ ശിഷ്യനായതും അവിടെ ഭാവപ്പകർച്ച വന്നതും സന്യാസിയായി പിന്നെ സഞ്ചരിക്കുന്നതുമൊക്കെ. അവരുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. എവിടെ ജനിച്ചു, എന്തുണ്ടായി, ആരെ കണ്ടു, എന്താണ് പറഞ്ഞത്, സാധാരണ മനുഷ്യരിൽ നിന്ന് എന്താണ് വ്യത്യാസം, അവർക്ക് എങ്ങനെയാണ് ഈ മനസ്സ് മാറ്റം വന്നത്, മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മനസ്സിൽ ആദ്യമേ മുതൽക്ക് ഈശ്വരൻ്റെ പുറകെ പോകണം എന്നൊരു സങ്കല്പവും ആശയും പ്രതീക്ഷയും ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കൂ. അങ്ങനെ വന്നാൽ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് പെരുമാറണം എന്ന് തോന്നി ദുഃഖം പോയി സുഖം മാത്രമാവും. നമ്മുടെ നിഴലുണ്ടല്ലോ, നമ്മൾ കൈപൊന്തിച്ചാൽ നിഴലും കൈപൊന്തിക്കും, നമ്മൾ താത്തിയാൽ അതും താത്തും. അതുമാതിരി നമ്മൾ സ്തുതിച്ചാൽ ദേവന്മാർ സ്തുതിക്കും, സ്തുതി നിർത്തിയാൽ അവരും നമ്മളെ അനുകൂലിക്കാൻ്റെയാവും. ഇതാണ് ദേവന്മാരുടെ സ്ഥിതി. അപ്പോൾ അവരുടെ പിന്നാലെ പോയിട്ട് എന്താ കാര്യം? എന്നാൽ സാധു മഹാത്മാക്കൾ, നാരദനെ പോലെയുള്ള മഹർഷിമാർ, നിഷ്കിഞ്ചനന്മാർ, ഏകാന്തവാസമനുഷ്ഠിക്കുന്നവർ, എപ്പോൾ നോക്കിയാലും ഭഗവത് കഥകളും ഭഗവത് ചിന്തനവും ഭഗവത് വർണ്ണനവുമായിട്ട് കഴിയുന്നവർ, അവർ ദീനവത്സലാഹ, ഈ ലോകത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ദീനന്മാരാണ് എല്ലാവരും എന്ന് വിചാരിച്ച് അവരോട് കാരുണ്യത്തോടു കൂടി അവർ പെരുമാറും. അവരെ കണ്ടാൽ തന്നെ, കുട്ടിയെ കണ്ടാൽ അമ്മയ്ക്ക് മുല കൊടുക്കണം, പാല് കൊടുക്കണം എന്ന് തോന്നുന്ന മാതിരി ചുരത്തുന്ന കൂട്ടരാണ് അവർ.